സുഹൃത്തുക്കളെ, ബ്രസീല് വൻ പരാജയം. പക്ഷെ ഇന്നലൊക്കെ നമ്മൾ ബ്രസീല് ഒരു ഏകപക്ഷീയമായി വിജയിക്കും എന്നൊക്കെ പറഞ്ഞ കളിയായിരുന്നു. ബ്രസീലിന്റെ ജപ്പാനെതിരെയുള്ള കളി കണ്ടിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇന്നലെ ബ്രസീലിന്റെ കളി എന്താ, ഗ്രൗണ്ടിൽ പോലും ബ്രസീലില്ല. എന്താണെന്നറിയില്ല, ബ്രസീൽ വളരെ മോശം. ഇന്നലെ ബോൾ പൊസിഷൻ ആണെങ്കിൽ ഒരു 36% അല്ല 33%. ബോൾ ടച്ച് ആണെങ്കിൽ 313 എത്ര ഉള്ളൂ, അവർ 600 ചില്ലുണ്ട്. എന്താണ് ഒരു ഐഡിയ ഇല്ല. ഈ വേൾഡ് കപ്പൊക്കെ വരുമ്പോൾ ബ്രസീൽ ഉണ്ടായിരുന്നു ഫോമില്ലാത്ത, അതായത് ആഞ്ചലോട്ടൊക്കെ വരുന്ന മുന്നുള്ള അതേ ബ്രസീല്. പക്ഷെ വേൾഡ് കപ്പ് വന്നപ്പോൾ വേറൊരു ബ്രസീലെ നമ്മൾ കണ്ടിരുന്നത്. ഇതെന്താണ് അവസ്ഥ വെച്ചാൽ വളരെ മോശം. തോൽവി ഏത് ടീമും തോൽക്കും. ഇന്നലെ മെക്സിക്കോ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. മെക്സിക്കോ തോറ്റ്. ആ മെക്സിക്കോൻ്റെ മത്സരം ഏതൊരു ഫുട്ബോൾ പ്രേമിക്കും ഒരു ഫുട്ബോൾ വിരുന്ന് നൽകിയാണ് മെക്സിക്കോ ആ മത്സരം അവസാനിപ്പിച്ചത്. മെക്സിക്കോ 3-2 പരാജയപ്പെട്ട്. മെക്സിക്കോ സിറ്റിയിലായിരുന്നു കളി. മെക്സിക്കോയിലുള്ള ആ ഗ്രൗണ്ട് സപ്പോർട്ട് ആവാൻ എന്താകാം, മത്സരം നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് ഭയങ്കര മത്സരമായിരുന്നു. ഇംഗ്ലണ്ട് 10 പേരായി ചുരുങ്ങിയാലും ഇംഗ്ലണ്ടും പിടിച്ചു നിന്ന്. പക്ഷേ അതേപോലെ തന്നെ ബ്രസീലിനൊരു പെനാൽറ്റി കിട്ടി. അതായത് അത് ശരിക്ക് നമ്മളെ വിനീഷ്യസ് ജൂനിയർ അടിക്കേണ്ട പെനാൽറ്റി ആ ബ്രൂണോ ഗിമാറസാണ് അടിക്കണത്. അതെന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. കാരണം വെച്ചാൽ ശരിക്കും വിനീഷ്യസ് ആണ് അടിക്കേണ്ടത്. കാരണം 4 ഗോളുമായിട്ട് ബ്രസീലിൽ ടോപ്പ് സ്കോർ അവനാണ്. അപ്പോൾ 5 ഗോൾ അടിച്ചാലും ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച കളിക്കാരൻ ആ മത്സരത്തേക്കൊക്കെ പോകേണ്ട ആൾക്ക് പകരം ആ ബ്രൂണോ വന്നിട്ട് ആ ഗോൾ അടിക്കുന്നത്. ബ്രൂണോൻ്റെ നോക്കി ആ ബോഡി ലാംഗ്വേജ് നോക്കി ആ കണ്ടില്ല, ആ ബോഡി ലാംഗ്വേജ് തന്നെ അതിന്റെ സംബന്ധം നമുക്ക് വ്യക്തമാക്കില്ല. പനായിട്ട് പുറത്തേക്കൊന്നല്ല, പക്ഷെ അടി മോശമായിട്ട് ബോൾ ചാടിയാൽ എന്തായി തട്ടാൻ പറ്റുന്ന അത്ര അടിയുള്ളൂ. അതൊക്കെ എന്താണെന്നറിയില്ല. അവൻ ചോദിച്ചു വാങ്ങിയതാണോ അതോ ആദ്യം തന്നെ കോച്ചിൻ്റെ നിർദ്ദേശം ഉണ്ടോയെന്നറിയില്ല. പെനാൽറ്റി കിട്ടിയാൽ ബ്രൂണോ ഗിമാറസ് അടിക്കട്ടെ എന്നുള്ളത്. പക്ഷേ ആ പെനാൽറ്റി അടിച്ച് ഗോളാവണമെങ്കിൽ മത്സരഗതി മാറിയെന്ന്. പിന്നെ രണ്ടാമത് ഹാളണ്ട് അടിച്ച ഗോളൊക്കെ ഇവരെ പ്രതിരോധത്തിൽ ഭയങ്കര പിഴവാണ്. കാരണം അത്ര വന്ന് നോക്കി ആ സെക്കൻഡ് പോസ്റ്റിക്കൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് അടിക്കാനുള്ള സ്പേസ് ആ ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അത് ഹാളണ്ടിൻ്റെ മികവാണെങ്കിലും ഡിഫൻസ് ആയിട്ടൊരു കാല് പോലും അങ്ങോട്ട് വരുന്നില്ല. അത്ര ഫ്രീ ആണ്. ഫസ്റ്റ് ഗോൾ ഹാളണ്ട് അടിച്ച ഹെഡാണ്. അത് പിന്നെ അവൻ്റെ ഹൈറ്റ് കൊണ്ട് ആർക്കും ഡിഫെൻഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. പിന്നെ ബ്രസീലിലെ കളി, ആ നെയ്മർ അടിച്ച ആ പെനാൽറ്റി ഒക്കെ നല്ല പെനാൽറ്റിയാണ്. പക്ഷെ നെയ്മറിൻ്റെ ഒക്കെ ഫിറ്റ്നസ് വെച്ച് മാക്സിമം നോക്കിയിട്ടുണ്ട് നെയ്മർ കളിക്കാർ. പക്ഷേ നെയ്മർ ഈ വേൾഡ് കപ്പിൽ, അതായത് ബ്രസീലിയൻ കളിക്കാരൊക്കെ ഇപ്പോൾ റൊണാൾഡോ, റിവാൾഡോ, കഫായാലും കക്കായാലും അവരൊക്കെ ഒരു കപ്പ് എടുത്തിട്ടാണ് വിരമിച്ചിട്ടുള്ളത്. നെയ്മറിൻ്റെ പ്രതിഭയ്ക്ക് ഒരു കപ്പ് എടുക്കാതെ വിരമിക്കേണ്ട സാഹചര്യമാണ്.